Good afternoon. Good afternoon, ma'am. Prayer start ചെയ്തോട്ടോ. Prayer. Dear God, we thank you for bringing us together today. Please bless our teacher with wisdom and care. Open our minds to understand new lessons. Fill our hearts with love, respect, and peace. Stay with us and guide us throughout this class. Thank you. Sign in. Signing. Good afternoon to all, respected teacher and my dear friends. We are sincerely grateful for your presence today, ma'am, and we look forward to an enriching and inspired learning journey under your esteemed guidance and mentorship. Thank you, ma'am. Okay. Thoughts. Thought for the day. Leave us if you were to die tomorrow. Learn us if you were to live forever. Mahatma Gandhi. Okay. എല്ലാവരും എടുക്കാൻ റെഡിയല്ലേ? തേർഡ് ഗ്രൂപ്പ് Yes, Miss Radian. സ്റ്റാർട്ട് ചെയ്തോളൂ കേട്ടോ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഇന്ന് ഞങ്ങളുടെ തേർഡ് ഗ്രൂപ്പാണ് ക്ലാസ് എടുക്കുന്നത്. അതിൽ സീറ്റ് അറേഞ്ച്മെന്റ്, സിറ്റിംഗ് അറേഞ്ച്മെന്റ്, യൂണിഫോം, ജാപ്പനീസ് ടൈപ്പ് സ്പെഷ്യൽ ക്ലാസ്. മഞ്ജുരാജും പിന്നെ പാർവതിയുമാണ് ക്ലാസ് എടുക്കുന്നത്. എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. താങ്ക് യു. Good afternoon, everybody. My name is Manjula Jar. My seminar topic is seat arrangements and sitting arrangements. Page number 179. അത് എടുക്കുക കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ. എടുത്തോ? ഞാൻ ആദ്യം അതിൽ എഴുതിയേക്കണത് വായിക്കാം, അതിനുശേഷം അതിന്റെ മലയാളത്തിലുള്ള മീനിങ് പറഞ്ഞുതരാം. Seat arrangements. By Montessori method, the students should sit freely on the floor. Then they can even lay down or turn back or rest their body in the convenient posture of them. Carpets are used in the nursery methods, but it should have to be folded or spreaded by the children itself. ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് മോണ്ടിസോറിയിൽ പഠിക്കുന്ന കുട്ടികൾ ഫ്രീലി അവർക്ക് അങ്ങനെ കുറച്ച് കുഞ്ഞു കുട്ടികളായിരിക്കുമല്ലോ, ഏജ് കുറഞ്ഞ കുട്ടികളാണ്. അപ്പൊ അവർക്ക് ഫ്രീ ആയിട്ട് അവരുടെ കൈകാലുകളൊക്കെ ഫ്രീ ആയിട്ട് ഇരിക്കണം. അങ്ങനെ ഇരിക്കേണ്ട കുട്ടികൾ എപ്പോഴും തറയിൽ കാർപ്പറ്റ് വിരിച്ചിട്ട് അവരിയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ അവർക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ തിരിയാനും അറിയാനും എല്ലാത്തിനുമുള്ള ആ ഒരു ഇത് കിട്ടുന്നതാണ്. അതിന്റെ മെയിൻ പോയിന്റ് എന്ന് പറയണത്, അപ്പൊ മോണ്ടിസോറിയിലെ കുട്ടികൾ എന്ന് പറയണത്, മോണ്ടിസോറി പഠിക്കുന്ന കുട്ടികൾക്ക് മോണ്ടിസോറി മെത്തേഡ് ഓഫ് സ്റ്റുഡൻറ് ഷുഡ് സിറ്റ് ഫ്രീലി ഓൺ ദി ഫ്ലോർ. അതാണ് അതിൽ നമ്മൾ നോട്ട് ചെയ്യേണ്ടത്. ഫ്രീലി ഓൺ ദി ഫ്ലോർ കേട്ടോ. സ്റ്റുഡൻസിന് നമ്മൾ ഫ്രീ ആയിട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇരിക്കാനായിട്ട് അവരെ വിടുക. ദെൻ platform benches are used for sitting and quarter benches used for writing. ഇത് ഫസ്റ്റ് പോയിന്റ് ആണ്. ഇത് മോണ്ടിസോറി കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിനുള്ളതാണ്. അതായത് കുട്ടികൾ മോണ്ടിസോറി സ്റ്റുഡൻസ് എപ്പോഴും തറയിൽ ഫ്രീ ആയിട്ട് ഇരിക്കുന്നതാണ് നല്ലത്. പിന്നെ എന്നാലും കുറച്ചു നേരം അവർക്ക് കസേരയൊക്കെ വേണമല്ലോ, ആ ഒരു അച്ചടക്കം പഠിപ്പിക്കാനായിട്ട് ഇന്ന സ്ഥലത്ത് തന്നെ ഇരിക്കണം എന്നുള്ള ആ ഒരു ഇതൊക്കെ വേണ്ടിയിട്ട് അവർക്ക് കൊടുക്കുന്നതാണ്. പ്ലാറ്റ്ഫോം ബെഞ്ചസ് ആർ യൂസ്ഡ് ഫോർ സിറ്റിംഗ് ആൻഡ് ക്വാർട്ടർ ബെഞ്ചസ്. അത് ഫസ്റ്റ് പോയിന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെച്ചേക്കുക. പ്ലാറ്റ്ഫോം ബെഞ്ചസ് ആർ യൂസ്ഡ് ഫോർ സിറ്റിംഗ് ആൻഡ് ക്വാർട്ടർ ബെഞ്ചസ് ആർ യൂസ്ഡ് റൈറ്റിംഗ് പർപ്പസ്. സെക്കൻഡ് വൺ, ഇൻ ദി നെക്സ്റ്റ് ക്ലാസ് ക്വാർട്ടർ ബെഞ്ച് വിൽ ബി യൂസ്ഡ് സിറ്റിംഗ് ആൻഡ് ഹാഫ് ബെഞ്ച്. അതിന്റെ അടുത്ത ലെവലിലുള്ള കുട്ടികൾക്ക് കൊടുക്കണത് ക്ലാസ്സിൽ quarter bench will be used sitting and half bench used will be writing. The third point ആണ്, next to it half bench will be used sitting and full bench for writing. Third point ആണത്,
half bench will be used for sitting and full bench for writing. In the higher classes, full benches and desks or long tables are used. അത് കഴിഞ്ഞാൽ വലിയ കുട്ടികൾക്ക്, അതായത് ഒരുവിധം വലിയ കുട്ടികൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് നീളമുള്ള ബെഞ്ചും നീളമുള്ള ഡെസ്കും ആണ് യൂസ് ചെയ്യുന്നത്. Putting individual chairs and collective long benches to write well, provided them identify and at same time improve the cooperation among them. If the normal table, either square or round, is used for the entire class, the teacher can arrange them to sit U shape or G shape. ഇത് കുട്ടികള് നമ്മള് കുഞ്ഞു കുട്ടികളാണെങ്കിൽ നമ്മൾ ആ ഇരുത്തണ ഒരു രീതി ഉണ്ട്. ഒന്നെങ്കിൽ യു ഷേപ്പിൽ ഇരുത്താം, അല്ലെങ്കിൽ ജി ഷേപ്പിൽ ഇരുത്താം. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പാരഗ്രാഫാണ്. ഫോർ ഈച്ച് സ്റ്റുഡൻറ് 3 into 2 = 6 square feet is required. Apart from this calculation, 100 square feet of the common requirement in every classes. Teachers movement space 40 square feet, students movement space 40 square feet and rack space 20 square feet. ഇത് എന്ന് പറഞ്ഞാൽ ഒരു റൂമിന്റെ, ഒരു ക്ലാസ് റൂമിന്റെ അളവാണ് ഇവർ പറയണത്. അത് 100 സ്ക്വയർ ഫീറ്റ് ആയിരിക്കണം. അതിൽ 40 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് ടീച്ചർമാർക്ക് നടക്കാനും പിടിക്കാനും ഒക്കെ ഉള്ള ആ ഒരു സ്പേസ് ആണ്. പിന്നെ സ്റ്റുഡൻസ് മൂവ്മെന്റ് സ്പേസ് 40 സ്ക്വയർ. അതും ഈ ബെഞ്ചും ഡെസ്കും ഒക്കെ അറേഞ്ച് ചെയ്യുമ്പോഴത്തേക്കും കുട്ടികൾക്ക് ഇരുന്നിട്ട് പുറകിലോട്ടൊക്കെ ഇറങ്ങണമെങ്കിൽ അവർക്ക് പുറകിലോട്ട് കാല് കവിച്ച് വെച്ച് ഇറങ്ങണം. അപ്പൊ തൊട്ട് പുറകെ തന്നെ ഒരു ബെഞ്ച് ഉണ്ടെങ്കിൽ അവർക്ക് ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഗ്യാപ്പൊക്കെ ഇട്ടിട്ട് വേണം കൊടുക്കാം. പിന്നെ റാക്ക് സ്പേസ് എന്ന് പറയുന്നത് 20 സ്ക്വയർ ഫീറ്റ്. അതെന്ന് പറഞ്ഞാൽ ഈ ചെയ്യുന്ന ആക്ടിവിറ്റികൾ ചെയ്യണതൊക്കെ എടുത്ത് വെക്കാനും, പിന്നെ കുട്ടികളുടെ ലഞ്ച് ബോക്സ് അങ്ങനെയുള്ളതൊക്കെ വെക്കാനുള്ള റാക്കൊക്കെ വെക്കാനായിട്ട് അതിനും കുറച്ച് സ്പേസ് വേണം. അതിന് അങ്ങനെയാണ് 20. അങ്ങനെ ആകെ 100 സ്ക്വയർ ഫീറ്റ് വരും. നെക്സ്റ്റ് വൺ ഈസ് സിറ്റിംഗ് അറേഞ്ച്മെന്റ്. ഇറ്റ് ഈസ് one of the dubious matter of the teacher, since every parent want their children sit into the front. Some of the students are having eye defect, hearing defect, which are not easily identifiable. We can make sitting arrangements by the following methods. അപ്പോൾ ഓരോ കുട്ടികളുടെ അമ്മമാർക്കും സ്വന്തം അവരവരുടെ കുട്ടികൾ മുൻനിരയിൽ ഇരിക്കണതാണ് ആ ഒരാഗ്രഹം ഉണ്ടാണ്. എല്ലാ കുട്ടികളും മുന്നിൽ എന്നുള്ള ഓരോ പാരൻസിനും അങ്ങനെയുണ്ട്. അപ്പൊ ടീച്ചർമാർ ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ, എല്ലാവരും ഒരുപോലെ കാണണമല്ലോ ടീച്ചേഴ്സ് ആവുമ്പോൾ. അതിനു വേണ്ടിയിട്ട് ടീച്ചർമാർ ഇതിനു വേണ്ടി ചെയ്യണതാണ്. 4 മെത്തേഡ്സ് ഉണ്ട് കുട്ടികളെ ഇരുത്താനായിട്ട്. ഹൈറ്റ് ഓർഡർ, ആൽഫബറ്റിക് ഓർഡർ, അറ്റൻഡൻസ് ഓർഡർ, റാങ്കിങ് മെത്തേഡ്സ്. അപ്പൊ ഇതില് ഹൈറ്റ് ഓർഡർ ഒന്നാമത്തത്. ഇത് സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഷുഡ് ഹാവ് ബി ചേഞ്ച്ഡ് വൺസ് ഇൻ എവറി വീക്ക് സ്റ്റാർട്ടിംഗ് ഫ്രം ദി 4 corners. ഇറ്റ് ക്യാൻ ബി അറേഞ്ച് ഇൻ 2 ways. പിന്നെ ആൽഫബറ്റിക് ഓർഡർ, അറേഞ്ചിങ് ദി സ്റ്റുഡൻസ് ഇൻ ആൽഫബറ്റിക് ഓർഡർ. വി ക്യാൻ മേക്ക് ഫ്രം ടു സിറ്റ് ഫ്രം ദി 4 corners into 2 ways. ഹൈറ്റ് ഓർഡർ എന്ന് പറയുന്നത് ഞാൻ വിട്ടുപോയി, ഹൈറ്റ് ഓർഡറിന്റെ മലയാളത്തിൽ പറഞ്ഞില്ല, അത് പറയാം. ഹൈറ്റ് ഓർഡറിന്റെ മലയാളം എന്ന് പറയുന്നത് എന്താണ്, കുട്ടികളുടെ ഉയരം അനുസരിച്ച് അവര് പൊക്കം കുറഞ്ഞവരെ മുന്നിലും പൊക്കം കൂടിയവര് പുറകിലും ആയിട്ട് ഇരുത്തണ രീതിയാണ് ബെഞ്ചില്. അപ്പൊ അങ്ങനെ ഇരുത്തണം. അപ്പൊ ഫസ്റ്റ് റോയില് മിക്കവാറും എന്താണ് ഉയരം കുറഞ്ഞ കുട്ടികളായിരിക്കും ഇരിക്കണത്. സെക്കൻഡ് റോയില് ഉയരം കൂടിയ കുട്ടികൾ. ആൽഫബറ്റിക് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികളുടെ നെയിമിന്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് കുട്ടികളെ ഇരുത്തും. എന്നിട്ട് ഇതുപോലെ തന്നെ എന്ത് ചെയ്യും, ചേഞ്ച് ചെയ്യും, റൊട്ടേഷൻ ചെയ്യും. അല്ലെങ്കിൽ എന്താ പറയണത്, ആൽഫബറ്റിക് ഓർഡർ എന്ന് പറയുമ്പോൾ പല രീതിയിലായിരിക്കുമല്ലോ കുട്ടികളുടെ ഹൈറ്റ് വരുന്നത്. അപ്പോഴത്തേക്കും അത് അങ്ങോട്ടും ഇങ്ങോട്ടും റോസ് ഒക്കെ ലെഫ്റ്റ് ടു റൈറ്റ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ ഇരുത്തും കുട്ടികൾ ആൽഫബറ്റിക് ഓർഡർ വരുമ്പോഴത്തേക്കും. അറ്റൻഡൻസ് ഓർഡർ, പിന്നെ അറ്റൻഡൻസ് ഓർഡർ എന്ന് പറയുമ്പോൾ കുട്ടികൾ എന്താണ് റോൾ നമ്പർ അനുസരിച്ചായിരിക്കും. അപ്പൊ അതുപോലെ ഇരുത്തിയിട്ട് അപ്പോഴും നമ്മൾ എന്താണ് ബെഞ്ച് വൈസ് അവരെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ pre-KG പിള്ളേർ എന്ന് പറയുമ്പോഴത്തേക്കും അധികം ഇതുണ്ടാവില്ലല്ലോ, എന്താണ് കൂടുതലും തറയിലിരുന്നിട്ട് കാർപ്പറ്റ് ഇരിക്കണ രീതി ആയിരിക്കുള്ളൂ പ്രീ സ്കൂളിലെ പിള്ളേര്. പിന്നെ റാങ്കിങ് മെത്തേഡ്സ്, അറ്റൻഡൻസ് ഓർഡറിന്റെ ഇംഗ്ലീഷിൽ വായിക്കാം.
If the attendance is not in the alphabetical order, attendance order can also used for sitting arrangements. Ranking methods. It is not successful. In some schools, grade giving methods are absent. Another form of rank giving methods, so that is also having no use. അതായത് റാങ്കിങ് മെത്തേഡ്സ് നമ്മുടെ ഇവിടെ നടപ്പിലാക്കാനായിട്ട് പറ്റില്ല. എന്താ വെച്ചാൽ ഇപ്പൊ ഗ്രേഡിങ് ആണ് കൂടുതൽ. അപ്പം ഗ്രേഡ് എന്ന് പറയുമ്പോൾ മിക്ക കുട്ടികൾക്കും A+ അങ്ങനെ കൊടുക്കുന്നുണ്ട്, A ഗ്രേഡ് അങ്ങനെ കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് മാർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും കുട്ടികളെ അങ്ങനെ തരംതിരിച്ചിരുത്താൻ പറ്റത്തില്ല. അപ്പൊ മിക്കവാറും കൂടുതലും നമ്മൾ കുട്ടികളെ ഹൈറ്റ് ഓർഡർ ആയിട്ടാണ് കൂടുതലും കുട്ടികളെ അറേഞ്ച് ചെയ്യണത്. പിന്നെ ഹൈറ്റ് ഓർഡറിൽ 4x2 = 8 ways, 8 രീതിയിൽ കുട്ടികൾക്ക് നമുക്ക് ഇരുത്താമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ മലയാളത്തിലുള്ളത് ഞാൻ പറയാം. മോണ്ടിസോറിയിൽ രീതിയിൽ കുട്ടികളുടെ അവരുടെ ഉയരത്തിനനുസരിച്ച് വരിയായി ക്രമീകരിക്കുന്നതോ അല്ലെങ്കിൽ ഇരിപ്പിടങ്ങൾ ക്രമീകരിക്കുന്നതായ രീതിയാണ് പ്രധാനമായും 8 രീതികളുണ്ട്. പ്രധാനമായും ക്ലാസ് റൂം മാനേജ്മെന്റിലും അച്ചടക്കം പഠിപ്പിക്കാനുമാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതൊരു ആക്ടിവിറ്റിയായി ചെയ്യുമ്പോൾ താഴെ പറയുന്ന 8 വഴികളിലൂടെ ഇത് നടപ്പാക്കാം. ഉയരം അളക്കുക. ആദ്യം മെഷറിംഗ് ഹൈറ്റ്. കുട്ടികൾ പരസ്പരം ഉയരം നോക്കി ആര് വലുത് ആര് ചെറുത് എന്ന് സ്വയം കണ്ടെത്തുന്നു. ഇത് അവരുടെ നിരീക്ഷണ പാഠവും ഒബ്സർവേഷൻ സ്കിൽ വർദ്ധിപ്പിക്കുന്നു. സെക്കൻഡ് വൺ, നിശബ്ദമായ നിര, അതായത് സൈലന്റ് ലൈനപ്പ്. സംസാരിക്കാതെ ആംഗ്യങ്ങളിലൂടെ മാത്രം ഉയരത്തിനനുസരിച്ച് വരി നിൽക്കാൻ കുട്ടികളോട് ആവശ്യപ്പെടുന്നു. ഇത് അവരുടെ ഏകാഗ്രതയും അച്ചടക്കവും കൂട്ടുന്നു. ഇരിപ്പിടം തിരഞ്ഞെടുക്കൽ, സീറ്റിംഗ് ഓർഡർ. ഉയരം കുറഞ്ഞ കുട്ടികൾക്ക് മുൻനിരയിലും ഉയരം കൂടിയവർക്ക് പിന്നിലുമായി ഇരിപ്പിടങ്ങൾ നൽകുന്നു. ഇത് എല്ലാവർക്കും ടീച്ചറെയും ബോർഡും വ്യക്തമായി കാണാൻ സഹായിക്കുന്നു. റൊട്ടേഷൻ, വീക്ക്ലി റൊട്ടേഷൻ. എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കാതെ ആഴ്ചയിൽ ഒരിക്കൽ സീറ്റുകൾ മാറ്റുന്നു. എന്നാൽ ഉയരത്തിന്റെ മുൻഗണന നിലനിർത്തിക്കൊണ്ട് തന്നെ വശങ്ങളിലേക്ക്, അതായത് ലെഫ്റ്റ് ടു റൈറ്റ് കുട്ടികളെ മാറ്റുന്ന രീതിയാണ്. അതായത് 2 സൈഡിലായിട്ടാണ് കുട്ടികൾ ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഫ്രണ്ട് നിരയിൽ ഇരുന്ന കുട്ടികളെ നേരെ ഓപ്പോസിറ്റ് അപ്പുറത്തെ സൈഡിൽ ഇത്തിരി ഇപ്പുറത്തോട്ട് ഇരുത്തുക. അതാകുമ്പോഴത്തേക്കും അവരുടെ ഹൈറ്റിന്റെ ആ ഒരു പ്രശ്നം വരത്തില്ല. അത് കറക്റ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ടീം വർക്ക്, സോഷ്യൽ ഇന്ററാക്ഷൻ. വരി നിൽക്കുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന കുട്ടിയുമായി സഹകരിക്കാൻ പഠിക്കുന്നു. ഉയരം ക്രമീകരിക്കുമ്പോൾ തന്നെക്കാൾ ഉയരം കുറഞ്ഞ കുട്ടിയെ മുന്നിൽ നിർത്താൻ മറ്റുള്ളവർ സഹായിക്കുന്നു. കണ്ണിന്റെ കാഴ്ചാതലം, ഐ ലെവൽ ബാലൻസ്. കുട്ടികളുടെ കണ്ണിന്റെ ഉയരത്തിനനുസരിച്ച് ഡെസ്കുകളും കസേരകളും നൽകുന്നു. ഉയരം കൂടിയ കുട്ടികൾക്ക് അല്പം ചെറിയ കസേരയും ഉയരം കൂടിയ കുട്ടികൾക്ക് അല്പം വലിയ കസേരകളും ഉയരം കുറഞ്ഞ കുട്ടികൾക്ക് ചെറിയതും നൽകുന്നു. അതായത് ഉയരം കുറഞ്ഞ പിള്ളേർക്ക് ചെറിയ കസേര ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ബോർഡ് കാണാൻ പറ്റുന്ന രീതിയിൽ ഇരുത്തിയിട്ട് ഉയരം കൂടിയ കുട്ടികൾക്ക് ഇത്തിരി ഹൈറ്റ് കൂടിയ കസേരകൾ ഇട്ടിട്ട് അവർക്ക് അപ്പൊ ബോർഡ് മുമ്പിലോട്ട് കാണാനായിട്ട് പറ്റിയ രീതിയിൽ അങ്ങനെ ചെയ്യുന്നു. പിന്നെ ചലന സ്വാതന്ത്ര്യം, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. സീറ്റുകൾ ക്രമീകരിക്കുമ്പോൾ കുട്ടികൾക്ക് ഇടയിലൂടെ നടക്കാൻ കൃത്യമായ സ്ഥലം വേണം, അതായത് വാക്ക് വേസ് ഉണ്ടെന്ന് ഉറപ്പാക്കുക. അപ്പൊ ചലന സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ അതാണ്. കസേരയൊക്കെ ഇടുമ്പോഴത്തേക്കും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാനുള്ള വഴി, വേറൊരു കൊച്ചിന്റെ മുകളിലോട്ട് എടുത്ത് കാലും കൈയൊന്നും എടുത്ത് ചവിട്ടാൻ അങ്ങനെയൊന്നും വരരുത്. അപ്പം അതിനുള്ള സ്പേസ് ഇട്ടിട്ട് വേണം കുട്ടികളുടെ സീറ്റിംഗ് അറേഞ്ച് ചെയ്യാനായിട്ട്. പിന്നെ ഉത്തരവാദിത്യം, ലീഡർഷിപ്പ് റെസ്പോൺസിബിലിറ്റി. വരിയുടെ മുന്നിലും പിന്നിലും നിൽക്കുന്ന കുട്ടികൾക്ക് പ്രത്യേക ഉത്തരവാദിത്തങ്ങൾ നൽകുക. അതായത് ഫസ്റ്റ് നിൽക്കണ എപ്പോഴും എവിടെയെങ്കിലും ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ചെയ്തിട്ട് പോകാനും വാതിൽ അടയ്ക്കാനായിട്ടും. അതായത് ഫസ്റ്റ് നിൽക്കുന്ന കുട്ടി എല്ലാ ദിവസവും ലൈറ്റ് ഓഫ് ചെയ്ത് പോകണം, ലാസ്റ്റ് നിൽക്കുന്ന കുട്ടി വാതിലൊക്കെ പൂട്ടണം. അങ്ങനെ അത് അപ്പൊ ഓരോ ദിവസം ഇങ്ങനെ റൊട്ടേഷൻ വരുമ്പോഴത്തേക്കും ആ കുട്ടികൾ മാറി മാറി വരുമ്പോൾ ഓരോ കുട്ടികളും അത് പഠിച്ചുകൊണ്ടിരിക്കും. ആഴ്ചയിൽ നമ്മൾ ഈ റൊട്ടേഷൻ കൊടുക്കണോണ്ട് അവരെ ഉത്തരവാദിത്തങ്ങൾ പഠിച്ചിരിക്കും. ചുരുക്കത്തിൽ ഈ രീതിയിലൂടെ കുട്ടികൾക്ക് ഗണിതപരമായ ആശയങ്ങൾ, വലുത് ചെറുത്, സാമൂഹിക മര്യാദകൾ, അച്ചടക്കം എന്നിവ പ്രായോഗികമായി പഠിക്കുന്നു. നെക്സ്റ്റ് ഐ ഇൻവൈറ്റ് പാർവതി യൂണിഫോമിന്റെ ക്ലാസ് എടുക്കാനായിട്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാട്ടോ. സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഡൗട്ട് വല്ലതും ഉണ്ടെങ്കിൽ ചോദിക്കാം. ആർക്കും ഒരു ഡൗട്ട് ഇല്ലാന്ന് തോന്നുന്നു. അതുകൊണ്ട് അടുത്ത യൂണിഫോം എടുക്കാനായിട്ട് പാർവതിയെ വിളിക്കുന്നു.
താങ്ക് യു. എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത് യൂണിഫോംസും ജപ്പാനീസ് ടൈപ്പ് സ്പെഷ്യൽ ക്ലാസ്സുമാണ്. മഞ്ജു ചേച്ചി സീറ്റ് അറേഞ്ച്മെന്റ് സെറ്റിംഗ് അറേഞ്ച്മെന്റാണ് എടുത്തത്. ഇനി ഞാൻ യൂണിഫോംസ് എടുക്കാം. To bring the uniforms are used. Pinafores are slacks are the uniform for girls. Half pants and slacks are given for boys. Kerchiefs and ribbons are also given with the uniforms. Tie and shoes are not necessary in warm countries like India. Sometimes it is bad for the students. When we are helping on the uniforms, we should think about the health condition of the children. അപ്പം യൂണിഫോമിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ പെൺകുട്ടികൾക്കാണെങ്കിൽ പിന്നോഫോമും സ്ലാക്കുമാണ് യൂണിഫോം എന്ന് പറയുന്നത്. ആൺകുട്ടികൾക്കാണെങ്കിലോ ഹാഫ് പാൻറ്റും സ്ലാക്കുമാണ് നൽകുന്നത്. കൂടാതെ തന്നെ കർച്ചീഫും റിബണും യൂണിഫോമിന്റെ തന്നെ ഭാഗമാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയെ പോലുള്ള ചൂടുള്ള രാജ്യങ്ങളിലാണെങ്കിലോ ഈ ഷൂസ് ടൈ ഒക്കെ നിർബന്ധമാക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തിന് അത്ര നല്ലതല്ല. ഈ ഷൂസും ടൈ ഒക്കെ നമ്മുടെ ഈ ചൂടുള്ള രാജ്യങ്ങളിൽ ഇങ്ങനെ ധരിക്കുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് അത് അവരുടെ ആരോഗ്യത്തിന് നല്ലതല്ല. അപ്പം നമ്മൾ കുട്ടികളുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. അതാണ് ഈ യൂണിഫോംസിനകത്ത് മെയിനായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ. ഇനി ഈ യൂണിഫോംസിനകത്ത് തന്നെ 9 പോയിന്റ് ആയിട്ട് തന്നിട്ടുണ്ട്. അതായത് മറ്റു പ്രധാന മാർഗനിർദ്ദേശങ്ങളെ കുറിച്ചാണ് ഈ 9 പോയിന്റിനകത്തും പറയുന്നത്. ഇതിനകത്ത് തന്നെ കുട്ടികൾക്കുള്ള മാർഗനിർദ്ദേശമുണ്ട്, അതുപോലെ തന്നെ അധ്യാപകർക്കുള്ള മാർഗനിർദ്ദേശവും ഉണ്ട്. അപ്പോൾ ഒന്നാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ദ യൂണിഫോംസ് ഓഫ് ദി ചിൽഡ്രൻ ദ ടീച്ചർ ഈസ് ഓൺലി ലേബിൾ ടു ആൻസർ ഇഫ് എനി വൺ ഓഫ് ദി ചിൽഡ്രൻ ഈസ് നോട്ട് വിയറിംഗ് ദി യൂണിഫോം ഇൻ ഹെർ ക്ലാസ്. ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ശരിയായാണോ യൂണിഫോം ധരിക്കുന്നുണ്ടെന്ന് വരുത്തേണ്ടത് അധ്യാപകരാണ്. ഇപ്പൊ ഏതെങ്കിലും ഒരു കുട്ടി ഇതിലാണോ യൂണിഫോം ധരിക്കുന്നത്, ഇപ്പൊ കറക്റ്റ് ആണോ അല്ലെങ്കിൽ ടൈ ധരിച്ചിട്ടുണ്ടോ എന്നൊക്കെ ശരി ഇതിലൊക്കെ യൂണിഫോം ധരിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കേണ്ടത് അധ്യാപകരാണ്. അത് അവരുടെ കടമയാണെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടി യൂണിഫോം ധരിക്കാതെ വരികയാണെങ്കിൽ അതിന് ഉത്തരവാദിത്വം പറയേണ്ടത് ആരാണ്? അധ്യാപകരാണ്. അതാണ് ഇത് ഒന്നാമത്തെ പറയുന്നത്. രണ്ടാമത്തെ പറയുന്നത് അതായത് യൂണിഫോമിൽ തൂവാല റിബണും ഉണ്ടായിരിക്കണം എന്നതാണ് രണ്ടാമത്തെ പോയിന്റിനകത്ത് പറയുന്നത്. ഇനി മൂന്നാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ about taking care of the belongings of the children like tiffin box, chappals, bag, water can, pencil box, slate, etc. അത് കുട്ടികളുടെ ടിഫിൻ ബോക്സ്, ചപ്പല്, ബാഗ്, വാട്ടർ ക്യാൻ, പെൻസിൽ ബോക്സ്, സ്ലേറ്റ് കുട്ടികളാണ് ശ്രദ്ധയോട് കൂടി സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ കൊടുത്തുവിടുന്ന സാധനങ്ങളൊക്കെ ചെടിപ്പളാണ് ടിഫിൻ ആയാലും സൗണ്ട് വിട്ട് പോകുന്നുണ്ട് കേട്ടോ. സൗണ്ട് കേട്ടോ? ഹലോ, ഇടയ്ക്ക് വിട്ട് പോകുന്നുണ്ട്. ബ്രേക്ക് ആവുന്നുണ്ട്. ആണോ? അതിന് റേഞ്ചിന്റെ വല്ലതും കുഴപ്പമായിരിക്കും. ഇപ്പൊ ഞാൻ പറയുന്ന കേൾക്കാവോ? ഹലോ, കേൾക്കാമെങ്കിൽ ഒന്ന് പറയണേ. ഇപ്പം കേൾക്കാമോ? കേൾക്കാം. ഫസ്റ്റ് പോയിന്റ് തൊട്ട് പിന്നെ ഒന്നുകൂടി പറഞ്ഞു. ഏതാ ഏത് തൊട്ടാ പറയണ്ടേ? ആദ്യത്തെ പോയിന്റ് കേട്ടോ. ആദ്യത്തെ പോയിന്റ് തൊട്ട് പറയാം. ഒന്നാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ദ യൂണിഫോംസ് ഓഫ് ദി ചിൽഡ്രൻ ദ ടീച്ചർ ഈസ് ഓൺലി ലേബിൾ ടു ആൻസർ ഇഫ് എനി വൺ ഓഫ് ദി ചിൽഡ്രൻ ഈസ് നോട്ട് വിയറിംഗ് ദി യൂണിഫോം ഇൻ ഹെർ ക്ലാസ്. അതായത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികൾ ശരിയായാണോ യൂണിഫോം ധരിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തേണ്ടത് അധ്യാപകരാണ്. ഇപ്പൊ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടി ശരിയായ രീതിയിൽ യൂണിഫോം ധരിക്കാതെ വരികയാണെങ്കിൽ ഇപ്പൊ അവർക്ക് ബട്ടൺസ് ആയാലും അതുപോലെ തന്നെ ബെൽറ്റ് ടൈ ഒന്നും ശരിയായ രീതിയിൽ ധരിക്കുന്നില്ല എങ്കിൽ അതിനെല്ലാം ഉത്തരവാദിത്തം പറയേണ്ടത് അധ്യാപകരാണ്. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു കുട്ടി യൂണിഫോം ധരിക്കാതെ വരികയാണെങ്കിൽ തന്നെ അത് കളർ ഡ്രസ്സ് ഇട്ട് യൂണിഫോം ധരിക്കാതെ വരികയാണെങ്കിൽ അതിന് ഉത്തരവാദിത്തം പറയേണ്ടത് അധ്യാപകരാണ്. അപ്പം
ക്ലാസ്സിൽ കുട്ടി യൂണിഫോം ധരിക്കാതെ വരെങ്കിൽ ഉത്തരവാദിത്തം പറയേണ്ടത് അധ്യാപകരുടെ കടമയാണെന്നാണ് ഒന്നാമത്തെ പോയിന്റിനകത്ത് പറയുന്നത്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എ ബോർഡ് കണ്ടെയ്ൻ കർച്ചീഫ് ആൻഡ് റിബൺസ് ആൾസോ ഇൻ ദി യൂണിഫോം. അപ്പൊ യൂണിഫോമിൽ തൂവാലയും റിബണും ഉണ്ടായിരിക്കണം എന്നതാണ് രണ്ടാമത്തെ പോയിന്റിനകത്ത് പറയുന്നത്. മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എബോവ് ടേക്കിംഗ് ഓഫ് ദി ചിൽഡ്രൻ ലൈക്ക് ടിഫിൻ ബോക്സ്, ചെപ്പിൾസ്, ബാഗ്, വാട്ടർ ക്യാൻ, പെൻസിൽ ബോക്സ്, സ്ലേറ്റ് എക്സെട്ര. അതായത് കുട്ടികളുടെ സാധനങ്ങളായ ടിഫിൻ ബോക്സ്, ചപ്പലുകള്, ബാഗ്, വാട്ടർ ക്യാന്, പെൻസിൽ ബോക്സ്, സ്ലേറ്റ് മുതലായവയൊക്കെ കുട്ടികൾ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കണമെന്നാണ് മൂന്നാമത്തെ പോയിന്റിനകത്ത് പറയുന്നത്. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എബൌട്ട് ദ ബഡ്ജസ്, ടൈ, ബെൽറ്റ് ആൻഡ് ദ ന്യൂ മെത്തേഡ് ഓഫ് ദി പിന്നിങ് ദി ഐഡന്റിഫൈ കാർഡ്. അതായത് കുട്ടികൾ ബഡ്ജ്, ടൈ, ബെൽറ്റ് എന്നിവ ധരിക്കുന്നതിനെ കുറിച്ച് അവർക്ക് പുതിയ രീതിയെ കുറിച്ചൊക്കെ പറയുന്നു. അപ്പൊ കുട്ടികൾ എങ്ങനെ അത് ധരിക്കണം എന്നുള്ളതും അത് ധരിക്കേണ്ട രീതിയെ കുറിച്ച് അതിന്റെ പുതിയ രീതിയെ കുറിച്ചൊക്കെ പറയുന്നു. അതാണ് നാലാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാല്. ഇനി അഞ്ചാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എബൌട്ട് ദ ഡ്രോ ബാക്ക് ഓഫ് ഷൂസ്. അപ്പൊ ഷൂസിന്റെ പോരായ്മയെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ കുട്ടി ഷൂ ലേസ് കെട്ടുന്നതിനെ കുറിച്ചും ഷൂസ് ധരിക്കുന്നതിന്റെ പോരായ്മയെ കുറിച്ചൊക്കെയാണ് അഞ്ചാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാല്. ഇനി ആറാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എബൌട്ട് ദ ലേറ്റ് കമേഴ്സ്. ദർ ആർ 2 types ഓഫ് ലേറ്റ് കമേഴ്സ്. അതായത് ക്ലാസ്സിൽ വൈകി വരുന്നവരെ കുറിച്ചാണ് പറയുന്നത്. 2 തരത്തിലുള്ള വൈകി വരുന്ന വിദ്യാർത്ഥികളാണ് ക്ലാസ്സിലുള്ളത്. ഇപ്പൊ 2 തരം വൈകി വരുന്ന കുട്ടികളാണ് നമ്മുടെ ക്ലാസ്സിലുള്ളത്. ഒന്നെന്ന് പറയുന്നത് റെഗുലർ ലേറ്റ് കമേഴ്സ്, അതായത് പതിവായി വൈകി വരുന്നവരും. രണ്ടെന്ന് പറയുന്നത് ഒക്കേഷണൽ ലേറ്റ് കമേഴ്സ്. റെഗുലർ ലേറ്റ് കമേഴ്സും രണ്ടെന്ന് പറയുന്നത് ഒക്കേഷണൽ ലേറ്റ് കമേഴ്സും. പതിവായി വൈകി വരുന്നവരുമുണ്ട്, ഇടയ്ക്ക് വൈകി വരുന്നവരുമുണ്ട്. ഇനി ഏഴാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ക്ലിയറിംഗ് അബൌട്ട് ബുക്സ് ആൻഡ് നോട്ട് ബുക്സ്. അതായത് നമ്മൾ കുട്ടികൾ പുസ്തകങ്ങളും നോട്ട്ബുക്കുകളൊക്കെ കാണാം. കുട്ടികൾ പുസ്തകങ്ങൾ ഒഴിവാക്കണമെന്ന് ഏഴാമത്തെ പോയിന്റ് പറയുന്നത്. ഇനി എട്ടാമത്തെ പറയുന്നത് about missing and losing paper, pencil and slate pencil. Many of the parents are and the often ask their parents pencil. Some the teachers and blame them. അതായത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് പേപ്പറുകളായാലും പെൻസില്, സ്ലേറ്റ്, പെൻസിൽ എന്നിവയൊക്കെ നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് ഇപ്പൊ കുട്ടികൾക്ക് കൊടുത്തുള്ള പേപ്പർ, പെൻസിൽ, സ്ലേറ്റ്, പെൻസിലൊക്കെ അവര് കൊണ്ടുപോയി നഷ്ടപ്പെടുത്തുന്നു. ക്ലാസ്സിൽ കൊണ്ട് അവരുടെ കയ്യിൽ നിന്ന് നഷ്ടമാകുമ്പോഴും കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളോട് പെൻസിൽ വാങ്ങിയിട്ട് ആവശ്യപ്പെടുന്നു. അപ്പൊ അവർ മാതാപിതാക്കളോട് വന്ന് പുതിയ പെൻസിലൊക്കെ വാങ്ങിത്തരണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പൊ ഇത് കേൾക്കുന്ന മാതാപിതാക്കൾക്ക് ദേഷ്യപ്പെടുകയും സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യമാവുകയും അവർ അവരുടെ ഉത്തരവാദിത്തമല്ല അധ്യാപകരുടെ കെട്ടിവെക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. സൗണ്ട് ക്ലിയർ ആവുന്നില്ലെന്നാണോ പറയുന്നത്? ഹലോ, കേൾക്കാമോ? ഇതാ വോയിസ് ഹലോ, കട്ടാവുന്നു. വോയിസ് ഇടയ്ക്കിടയ്ക്ക് കട്ടാവുക. വോയിസ് കട്ടാവുന്നോ? ഹലോ, നന്നായിട്ട് കേൾക്കാൻ ആണ് കേൾക്കാൻ പറ്റുന്നില്ലേ? അതെ, ഭയങ്കര ബ്ലർ ആവുന്നുണ്ട് സംസാരിക്കുന്നത്. ആണോ? റേഞ്ച് കുറവാണ് അവിടെ. അവിടെ ഇപ്പൊ റേഞ്ച് ബ്ലറാണ്. കുറവാ. ഇപ്പൊ കേൾക്കാമോ? വിൻഡോ ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് നോക്കായിരുന്നില്ലേ? ചിലപ്പോ കറക്റ്റ് ആയിരിക്കും. ഇവിടെ പൊതുവെ റേഞ്ച് കുറവാ. ഇപ്പൊ ഞാൻ പറയുന്നത് കേൾക്കാമോ? ഹലോ, ഇപ്പൊ ഹലോ, കറക്റ്റ് ഓക്കെ ആണ്. കേൾക്കാമോ ഇപ്പൊ ഇപ്പം? ഓക്കെ ആണ്, കറക്റ്റ് ആയിട്ട്. ഇപ്പൊ ഓക്കെ ആണ്. ഇപ്പൊ കേൾക്കാമോ? എവിടം തൊട്ട് കേൾക്കാതായത്? ഇനി എന്ത് ഹായ്ലൊക്കെ പറയണോ? പിന്നെ ഒരു കാര്യം പറയാനുണ്ട്. സ്ലൈഡ് ഫോട്ടോ കാണിക്കണേ ഞാൻ മറന്നുപോയി. അപ്പൊ താനും മറന്നു പോണ്ട ഫോട്ടോ കോപ്പി എടുത്തത് യൂണിഫോമിന്റെ. ഞാൻ പറയുന്നൊന്നും കേട്ടില്ലായിരുന്നോ?
കേൾക്കണുണ്ടായിരുന്നു, പക്ഷെ ബ്ലറായിരുന്നു, ഇടക്കിടക്ക് വിട്ടുപോണ്ടായിരുന്നു. അതിന് കുഴപ്പമുണ്ടായിരുന്നില്ല. എടുത്തോ. എടാ 4th പോയിന്റ് തൊട്ടൊന്ന് പറയാവോ? 4th പോയിന്റ് തൊട്ടാ? ഓക്കെ പറയാം. കേൾക്കുന്നില്ലെങ്കിൽ പറയണേ. ഇവിടെ നെറ്റ് പൊതുവെ കുറവാട്ടോ. പറയാം. ഓക്കെ പറയാം. ഓക്കെ. 4ാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാല് എബൌട്ട് ദ ബഡ്ജസ്, ടൈ, ബെൽറ്റ് ആൻഡ് ദ ന്യൂ മെത്തേഡ് ഓഫ് പിന്നിങ് ദി ഐഡന്റിഫൈ കാർഡ്. അതായത് കുട്ടികൾ ബാഡ്ജ്, ടൈ, ബെൽറ്റ് എന്നിവയൊക്കെ ധരിക്കുന്നതിനെ കുറിച്ചും അതിന്റെ പുതിയ രീതിയെക്കുറിച്ചൊക്കെ കുട്ടികളോട് പറയുന്നു. അതാണ് 4ാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാല്. 5ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എബൌട്ട് ദ ഡ്രോബാക്ക് ഓഫ് ഷൂസ്. അതായത് കുട്ടികൾ ഷൂസ് ധരിക്കുന്നതിന്റെ പോരായ്മകളെ കുറിച്ച് പറയുന്നു. കുട്ടികൾ എങ്ങനെ ഷൂസ് ധരിക്കണം എന്നത്. ഇപ്പൊ ഷൂസ് ലേസ് കിട്ടുന്നതിനെ കുറിച്ചും ഷൂസ് ധരിക്കുന്നതിന്റെ പോരായ്മകളെ കുറിച്ചൊക്കെ പറയുന്നതാണ് 5ാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാല്. ഇനി 6ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എബൌട്ട് ദ ലേറ്റ് കമേഴ്സ്. ദെയർ ആർ 2 ടൈപ്സ് ഓഫ് ലേറ്റ് കമേഴ്സ്. ക്ലാസ്സിൽ പ്രധാനമായിട്ട് വൈകി വരുന്ന 2 തരം വിദ്യാർത്ഥികളാണ് ഉള്ളത്. ഒന്നെന്ന് പറയുന്നത് റെഗുലർ ലേറ്റ് കമേഴ്സും, രണ്ടെന്ന് പറയുന്നത് ഒക്കേഷണൽ ലേറ്റ് കമേഴ്സും. 2 തരം വിദ്യാർത്ഥികളാണ് വൈകി വരുന്നത്. റെഗുലർ ലേറ്റ് കമേഴ്സ് എന്ന് പറയുന്നത് പതിവായി വൈകി വരുന്നവരാണ്. ഒക്കേഷണൽ ലേറ്റ് കമേഴ്സ് എന്ന് പറയുന്നത് ഇടയ്ക്കിടെ വൈകി വരുന്നവരാണ്. അങ്ങനെ 2 തരം വിദ്യാർത്ഥികളാണ് ക്ലാസ്സിൽ വൈകി വരുന്നത്. റെഗുലർ ലേറ്റ് കമേഴ്സും ഒക്കേഷണൽ ലേറ്റ് കമേഴ്സും. പതിവായി വൈകി വരുന്നവരും ഇടയ്ക്കിടെ വൈകി വരുന്നവരും. ഇനി 7ാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ എബൌട്ട് കെയറിങ് അപ്പ് ഓഫ് ബുക്സ് ആൻഡ് നോട്ട്ബുക്സ്. അതായത് നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന ബുക്കുകളും നോട്ട്ബുക്കുകളൊക്കെ അവർ കീറിക്കളയുന്നത് ഒഴിവാക്കണം. അപ്പൊ അവരെ കൊടുത്തുവിടുന്ന ബുക്കുകളും നോട്ട്ബുക്കുകളൊക്കെ കീറുന്നത് ഒഴിവാക്കണതിനെ കുറിച്ചാണ് 7ാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാല്. ഇനി 8ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എബൌട്ട് മിസ്സിംഗ് ആൻഡ് ലൂസിംഗ് പേപ്പർ, പെൻസിൽ ആൻഡ് സ്ലേറ്റ് പെൻസിൽസ്. Many of the parents are angry when the children often ask their parents to buy the pencil. Sometimes they put the responsibilities on the teachers and blame them. അതായത് പേപ്പർ, പെൻസില്, സ്ലേറ്റ്, പെൻസിലുകൾ എന്നിവയൊക്കെ നഷ്ടപ്പെടുമ്പോൾ കുട്ടികൾ പലപ്പോഴും നമ്മളെ മാതാപിതാക്കളോട് പെൻസിൽ പുതുത് വാങ്ങിത്തരണമെന്നൊക്കെ ആവശ്യപ്പെടാറുണ്ട്. അപ്പൊ ഇത് കേൾക്കുന്ന മാതാപിതാക്കൾക്ക് സ്വാഭാവികമായിട്ട് ദേഷ്യം വരികയും അവർ ഉത്തരവാദിത്തങ്ങളെല്ലാം അധ്യാപകരുടെ മേൽ കെട്ടിവെക്കുകയും അവരെ കുറ്റപ്പെടുത്തുകയും കൂടി ചെയ്യുന്നുണ്ട്. അതാണ് 8ാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാല്. ഇത്ര കേട്ടോ? ഹലോ, കേട്ടു. വോയിസ് അയക്കണേ കേട്ടെന്ന്. കേട്ടു. കേട്ടോ? ക്ലിയർ ആണ്. കേട്ടു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞങ്ങ് പോവും. ഞാൻ അറിയത്തില്ല നിങ്ങള് കേട്ടോ ഇല്ലെന്നൊന്നും. ഓക്കെ. ഇനി 9ാമത്തെ പോയിന്റ് ആണ്. 9ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് എബൌട്ട് ഗെറ്റിംഗ് ദി ലീവ് ലെറ്റർ ഫ്രം ദ ചിൽഡ്രൻ. അതായത് കുട്ടികളിൽ നിന്നും ലീവ് ലെറ്റർ വാങ്ങുന്നതിനെ കുറിച്ച്. ഇപ്പോൾ ഏതെങ്കിലും ക്ലാസ്സിൽ കുട്ടി വരാതിരിക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ നിന്ന് ലീവ് ലെറ്റർ വാങ്ങുകയും ലീവ് ലെറ്റർക്ക് എഴുതുകയും ചെയ്യുന്നതിനെ കുറിച്ചാണ് 9ാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാല്. ഇനി ഈ യൂണിഫോംസിനകത്ത് തന്നെ മെറിറ്റ്സും ആൻഡ് ഡിമെറിറ്റ്സും ഉണ്ട്. ഇനി യൂണിഫോംസിലെ മെറിറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പം 1ാമത്തേന്ന് പറയുന്നത് സമത്വ ബോധമാണ്, ഇക്വാളിറ്റി. അപ്പം സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വ്യത്യാസമില്ലാതെ എല്ലാ കുട്ടികളും ഒരുപോലെയാണെന്ന തോന്നലുണ്ടാക്കാൻ യൂണിഫോം സഹായിക്കുന്നു. ഇതെന്ന് പറയുന്നത് വില കൂടിയ വസ്ത്രങ്ങൾ ധരിക്കാൻ കഴിയാത്ത കുട്ടികളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു എന്നതാണ് സമത്വ ബോധത്തിനകത്ത് പറയുന്നതെന്ന് വെച്ചാല്. ഇനി 2 പറയുന്നത് അച്ചടക്കമാണ്, ഡിസിപ്ലിൻ. സ്കൂളിന് കൃത്യമായ ഒരു ചിട്ടയും അച്ചടക്കവും നൽകാൻ യൂണിഫോം സഹായിക്കുന്നു. ഇത് വിദ്യാർത്ഥികളെ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നു. അതാണ് 2ാമത്തെ അച്ചടക്കത്തിനകത്ത് പറയുന്നതെന്ന് വെച്ചാല്. ഇനി 3ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് തിരിച്ചറിയലാണ്, അതായത് ഐഡന്റിറ്റി. ഇപ്പം യൂണിഫോം ധരിക്കുന്നതിലൂടെ നമുക്ക് ഒരു കുട്ടി ഏത് സ്കൂളിലെ വിദ്യാർത്ഥിയാണെന്ന് എളുപ്പത്തിൽ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയുന്നു. ഇത് കുട്ടികളുടെ തന്നെ സുരക്ഷയ്ക്ക് പ്രധാനമാണ്. ഇനി അടുത്തേന്ന് പറയുന്നത് സാമ്പത്തിക ലാഭമാണ്. അതായത് ഇപ്പോൾ ഓരോ ദിവസവും വ്യത്യസ്തമായ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനേക്കാൾ ലാഭകരമാണ് നിശ്ചിത യൂണിഫോം ഉപയോഗിക്കുന്നത്. അതാണ് സാമ്പത്തിക ലാഭത്തിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ. ഇത്ര മനസ്സിലായോ? ഓക്കെ. ഇനി യൂണിഫോമിന്റെ
ഡീമെറിറ്റ്സ് ആണ്, ദോഷങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഒന്നാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളാണ്, ഹെൽത്ത് ഇഷ്യൂസ്. അപ്പം ഇന്ത്യയെ പോലുള്ള ഉഷ്ണമേഖല രാജ്യങ്ങളിൽ ടൈ, ഷൂസ് എന്നിവ എപ്പോഴും ധരിക്കുന്നത് കുട്ടികൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കും. അതായത് നമ്മൾ യൂണിഫോംസിനകത്ത് പറഞ്ഞു, ഈ ഇന്ത്യയെ പോലുള്ള ഉഷ്ണമേഖല രാജ്യങ്ങളിൽ ഈ ടൈ, ഷൂസ് എന്നിവയൊക്കെ ധരിക്കുമ്പോൾ കുട്ടികളുടെ ആരോഗ്യത്തിന് അത് നല്ലതല്ല എന്ന് നമ്മൾ പറഞ്ഞു. അതാണ് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ദോഷത്തിനകത്തുള്ള ആരോഗ്യ പ്രശ്നത്തിനകത്ത് പറയുന്നത് ഇങ്ങനെ ടൈ, ഷൂസ് ഒക്കെ ധരിക്കുമ്പോഴത്തേക്ക് അവരുടെ ആരോഗ്യസ്ഥിതിയെ മോശമായിട്ട് ബാധിച്ചേക്കാം. ഇനി രണ്ടെന്ന് പറയുന്നത് സ്വാതന്ത്ര്യക്കുറവാണ്. അതായത് സ്വന്തം താല്പര്യത്തിനനുസരിച്ച് വസ്ത്രം ധരിക്കാനുള്ള കുട്ടികളുടെ സ്വാതന്ത്ര്യത്തെ ഇത് തടയുന്നു. അതാണ് സ്വാതന്ത്ര്യക്കുറവിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ. ഇനി മൂന്നാമത്തെ പോയിന്റ് ആണ് അറ്റകുറ്റപ്പണികൾ. അതായത് റിബണ്, തൂവാല, ബാഡ്ജ് തുടങ്ങിയ എന്നിവയൊക്കെ കൃത്യമായി സൂക്ഷിക്കുന്നത് ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അതൊരു വലിയ പ്രശ്നമാണ്, പ്രയാസമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇതെല്ലാം സൂക്ഷിച്ചു വെക്കുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് വളരെ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. അതാണ് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാല്. അതുപോലെ തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യത, പെൻസില്, ബോക്സ്, സ്ലേറ്റ് തുടങ്ങിയ പോലെയുള്ള യൂണിഫോമിന്റെ ഭാഗമാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പം ഇങ്ങനത്തെയുള്ള ചെറിയ വസ്തുക്കളെല്ലാം കുട്ടികൾ എളുപ്പത്തിൽ നഷ്ടപ്പെടുത്തിയേക്കാം. അപ്പൊ ഇത് മാതാപിതാക്കൾക്ക് തന്നെ അധികമായിട്ട് സാമ്പത്തിക ബാധ്യതയും ദേഷ്യവും ഉണ്ടാക്കുന്നു. ഇത്രമാണ് നഷ്ടപ്പെടാനുള്ള സാധ്യതയ്ക്കകത്ത് പറയുന്നത്. ഇത്ര മനസ്സിലായോ? ഈ ഗുണവും ദോഷവും മനസ്സിലായോ യൂണിഫോമിന്റെ? ലാസ്റ്റ് പോയിന്റ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ഓക്കെ പറയാം. അതായത് നഷ്ടപ്പെടാനുള്ള സാധ്യതയാണ് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ കുട്ടികൾക്ക് കൊടുത്തുവിടുന്ന പെൻസിൽ ബോക്സ്, സ്ലേറ്റ്, കുട തുടങ്ങിയ പോലെയുള്ള സാധനങ്ങളൊക്കെ കുട്ടികളുടെ യൂണിഫോമിന്റെ തന്നെ ഒരു ഭാഗമല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഈ വസ്തുക്കളെല്ലാം കുട്ടികളുടെ കയ്യിൽ നിന്ന് തന്നെ എളുപ്പത്തിൽ നഷ്ടപ്പെടും. അപ്പം ഇത് മാതാപിതാക്കൾക്ക് അതൊരു അധിക സാമ്പത്തിക ബാധ്യതയാണ്. അതുപോലെ തന്നെ അവർക്ക് അതൊരു ദേഷ്യം ഉണ്ടാക്കും. നമ്മളെ കുട്ടികൾ ഇപ്പം നമ്മൾ കൊടുത്തിടുന്ന സാധനങ്ങളെല്ലാം നഷ്ടപ്പെടുമ്പോൾ നമുക്കതൊരു പിന്നെ പുതിയത് വാങ്ങിച്ചു കൊടുക്കണ്ടേ. അപ്പൊ നമുക്കത് സ്വാഭാവികമായിട്ട് ദേഷ്യപ്പെടുകയും ചെയ്യും. നമുക്കതൊരു കേൾക്കാൻ പറ്റുന്നില്ലേ? ഹലോ, കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. അപ്പൊ അതാണ് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഇത്രയാണ് ഗുണങ്ങളും ദോഷങ്ങളും ഇതിനകത്ത് പ്രധാനമായിട്ട് പറയുന്നതെന്ന് വെച്ചാൽ. പിന്നെ അതുപോലെ തന്നെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചും പറയുന്നുണ്ട്. പറയട്ടെ, കേൾക്കാവോ എല്ലാവർക്കും? ഓക്കെ. ഓക്കെ. ഇനി അതുപോലെ തന്നെ അധ്യാപകർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് 2-3 പോയിന്റ് പറയാം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ യൂണിഫോം ധരിക്കാത്ത കുട്ടികളെ കുറിച്ച് മറുപടി പറയാൻ അധ്യാപകർക്ക് ബാധ്യതയുണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ കുട്ടികളുടെ ആരോഗ്യസ്ഥിതി പരിഗണിച്ച് വേണം യൂണിഫോം നിശ്ചയിക്കാൻ എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ മൂന്നാമത്തെ പോയിന്റിനകത്ത് പറയുന്നത് വെച്ചാൽ കുട്ടികളുടെ സാധനങ്ങളായ ബോക്സ്, ബാഗ്, പെൻസിൽ നഷ്ടപ്പെടാതെ നോക്കാനായിട്ട് അധ്യാപകരും കൂടി ശ്രദ്ധിക്കണമെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ലേറ്റായി വരുന്ന കുട്ടികളെയും പ്രത്യേക അധ്യാപകർ ശ്രദ്ധിക്കണം. ഇതാണ് അധ്യാപകർക്കുള്ള പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറയുന്നത്. ഇത് യൂണിഫോംസ് ഇത്ര കാര്യങ്ങൾ മനസ്സിലായോ? ഓക്കെ. ഞാൻ ഇനി ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്സിനെ കുറിച്ച് പറയാം. കേൾക്കുന്നില്ലെങ്കിൽ പറയണം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോകും കേട്ടോ. ഓക്കെ. To bring out the individual talent, a period in a day is shared to a student of this class. Likewise, this chance is given to every student. She is declared as a heroine of the day. അതായത് കുട്ടികളിലെ വ്യക്തിഗതമായ കഴിവുകൾ പുറത്തു കൊണ്ടുവരുന്നതിനായി നടപ്പിലാക്കുന്ന ഒരു പ്രത്യേക രീതിയാണ് ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പ്രത്യേകതയെ കുറിച്ച് പറയാം. അതായത് ഓരോ ദിവസവും ഓരോ ക്ലാസ്സിലെ വിദ്യാർത്ഥിക്ക് വീതം പ്രത്യേക സമയം മാറ്റിവെക്കുന്നു. അപ്പൊ ഈ സമയത്ത് ആ വിദ്യാർത്ഥിക്ക് തന്റെ സവിശേഷമായ കഴിവുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനായിട്ട് അവസരം ലഭിക്കുന്നു. അപ്പൊ ആ ദിവസത്തെ കുട്ടി എന്ന് പറയുന്നത് നായകൻ അല്ലെങ്കിൽ നായിക അല്ലെങ്കിൽ ഹീറോ ആയി ആ കുട്ടിയെ നമ്മൾ പ്രഖ്യാപിക്കുന്നു. ചുരുക്കത്തിൽ ഇതെന്ന് പറയുന്നത് കുട്ടികളിലെ ആത്മവിശ്വാസം വളർത്താനും അവരുടെ ഓരോരുത്തരുടെയും ഉള്ളിലെ പ്രത്യേക കഴിവുകൾ തിരിച്ചറിയാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഈ ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലായോ?
ഓക്കെ. അപ്പൊ എൻ്റെ ടോപ്പിക്ക് യൂണിഫോമും ഈ ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്സും ആയിരുന്നു. ഈ നെറ്റിന്റെ ഇഷ്യൂസ് ആണ്, കേട്ടില്ലെന്ന് പറയുന്നു. മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ജപ്പാനീസ് ജപ്പാന്റെ ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് ഓഫ് സ്പെഷ്യൽ ക്ലാസ്. അപ്പം അത് ആ ഒറ്റൊരു പോയിന്റ് മാത്രമേ ഉള്ളൂ. അവര് സ്പെഷ്യലായിട്ട് ഇപ്പൊ ലൈക്ക് ഇന്ത്യയില് ഇപ്പൊ നമ്മള് ക്ലാസ് മോണിറ്ററും വെക്കുന്ന പോലെ തന്നെ അവര് ഹീറോ ഹീറോയിൻ എന്ന് പറഞ്ഞിട്ട് ഓരോരോ ദിവസം ഓരോരോ ദിവസം ഓരോരോ കുട്ടിക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ ഒരു സ്പെഷ്യൽ രീതി എന്നാണോ ഉദ്ദേശിക്കുന്നത്? അതായത് അവർക്ക് അവരുടെ കഴിവ് പുറത്ത് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നു. ഇപ്പൊ അവർക്ക് ഇപ്പൊ ഹീറോനായിട്ടോ ഹീറോയിനായിട്ടോ ഒക്കെ അവരുടെ അവർക്ക് സ്വന്തമായിട്ട് സെലക്ട് ചെയ്തിട്ട് അവരുടെ ഉള്ളിലെ കഴിവുകൾ അവിടെ പ്രകടിപ്പിക്കുന്നു. അപ്പൊ അവരുടെ ആ കഴിവും കാര്യങ്ങളൊക്കെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അവർക്ക് അതൊരു പ്രത്യേക ഒരു അവസരമായിട്ടാണ് ആ ഒരു വിദ്യാഭ്യാസ രീതി അവർക്ക് കൊടുത്തിരിക്കുന്നതെന്ന് വെച്ചാല്. Mean to say, this is one of the ways how they treat the ഓരോ kids or അതെ അതെ, ഓരോ ദിവസവും അതിനകത്ത് കൊടുത്തേക്കുന്നേ. ഓരോ ദിവസവും ഓരോ ക്ലാസ്സില്. ഹലോ, ഒരു ദിവസത്തെ നായകനും നായികയായിട്ടാണ്. ഹലോ, കേൾക്കാം. ഓക്കെ ഓക്കെ. മനസ്സിലായോ? മറ്റെന്തെങ്കിലും മനസ്സിലാവാത്ത ഉണ്ടോ? വേറെ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണേ. പിന്നെ കേട്ടില്ലെന്ന് പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാ പറയാം. ലാസ്റ്റ് പറഞ്ഞത് ഒന്നും കൂടി ഒന്ന് പറയാവോടാ? എനിക്ക് കേക്കത്തില്ലായിരുന്നു നന്നായിട്ട്. ഇപ്പൊ പറഞ്ഞില്ലേ, അത് സുബി പറഞ്ഞത് മാത്രമേ എനിക്ക് കേൾക്കുന്നുള്ളായിരുന്നേ. ഞാൻ ഇതൊന്നും കൂടെ പറഞ്ഞു തരാം. ശരിയാണ്. അതായത് ഇതിനകത്ത് പറയുന്നതെന്ന് വെച്ചാൽ ഓരോ ദിവസവും ക്ലാസ്സിലെ ഓരോ വിദ്യാർത്ഥിക്ക് വീതം പ്രത്യേക സമയം മാറ്റിവെക്കുന്നു. അപ്പം ഈ സമയത്ത് ആ വിദ്യാർത്ഥിക്ക് തന്റെ സവിശേഷമായ കഴിവുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കാനായിട്ട് ഒരു അവസരം ലഭിക്കുക. അപ്പൊ ആ ദിവസത്തെ നായകൻ അല്ലെങ്കിൽ ഹീറോ, അതുപോലെ തന്നെ നായിക അല്ലെങ്കിൽ ഹീറോ ആയിട്ട് ആ കുട്ടിയെ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ചുരുക്കത്തിൽ ഇതെന്ന് പറയുന്നത് കുട്ടികളിലെ ആത്മവിശ്വാസത്തെ വളർത്താനും അവരുടെ ഓരോരുത്തരുടെ ഉള്ളിലെ കഴിവുകളെ തിരിച്ചറിയാനായിട്ടും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ് ഈ ജപ്പാനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? മനസ്സിലായടാ. ഇനി യൂണിഫോംസ് ഒക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്ന. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. മനസ്സിലായോ? അപ്പൊ ഞാൻ ഇനി ഇതിനൊരു കൺക്ലൂഷൻ പറയാനായിട്ടും ക്വസ്റ്റ്യൻ ആൻസർ പറയാനായിട്ടും ദിവ്യയെ ക്ഷണിക്കുന്നു. ഞങ്ങളുടെ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഞാൻ ഒന്നുകൂടി പറയുകയാണേ. സീറ്റ് അറേഞ്ച്മെന്റ് മോണ്ടിസോറിയിൽ കുട്ടികളെ നിലത്ത് ഫ്രീ ആയിട്ട് ഇരുത്താനാണ് പറയുന്നത്. അവർക്ക് കിടക്കുകയോ തിരിഞ്ഞ് ഇരിക്കുകയോ മറിയോ അങ്ങനെ എന്ത് വേണേലും ചെയ്യാം. നമ്മുടെ കൊച്ചു കുട്ടികളെ വീട്ടിൽ നിന്ന് ഒരു 3 വയസ്സൊക്കെ ആകുമ്പോൾ നഴ്സറിയിലോട്ട് കൊണ്ടുവിടുമ്പോഴത്തേക്ക് അവരെ പിടിച്ച് പെട്ടെന്ന് കസേരയിൽ ഇരുത്തിയൊന്നും അവർ ഇരിക്കത്തില്ലല്ലോ. അപ്പോൾ ഒരു മാറ്റം എന്തെങ്കിലും വിരിച്ച് അവരെ നിലത്ത് അവരുടെ ഇഷ്ടത്തിന് വിടുക. പിന്നീട് അവർക്ക് ഇരിക്കാനായിട്ട് പ്ലാറ്റ്ഫോം ബെഞ്ചും എഴുതാനും ക്വാർട്ടർ ബെഞ്ചും ഒക്കെ കൊടുക്കുക. ഇപ്പൊ നമ്മളൊരു മോണ്ടിസോറി സ്കൂളിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് പല കളറിലുള്ള കസേരയും ഡെസ്കും ഇപ്പൊ റൗണ്ട് ഷേപ്പില് ട്രയാങ്കിൾ ഷേപ്പില് അങ്ങനെ പറഞ്ഞിട്ട് കുറച്ച് കുട്ടികൾ ഇപ്പൊ ട്രയാങ്കിൾ ആണ് ഒരു 3 സെറ്റ് കസേര കാണും. അതിൽ കുട്ടികളെ ഇരുത്തുന്നത് പല കളറിൽ ചുമപ്പ് മഞ്ഞ പച്ച അങ്ങനെ പറഞ്ഞിട്ട് പല കളറിലായിട്ട് അവർക്ക് കുറച്ചുകൂടെ ഒരു ക്ലാസ് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അവിടുത്തെ സീറ്റ് അറേഞ്ച്മെന്റ് പോലും. പിന്നീട് അടുത്ത ക്ലാസ്സിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ക്വാർട്ടർ ബെഞ്ചിൽ ഇരിക്കാനും ഹാഫ് ബെഞ്ചിൽ എഴുതാനും അവരുടെ ഹൈറ്റിനനുസരിച്ചിട്ടാണ് അതൊക്കെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ അടുത്ത ക്ലാസ്സിൽ ഹാഫ് ബെഞ്ചിൽ ഇരിക്കും, പിന്നെ ഫുൾ ബെഞ്ചിൽ എഴുതാന്, പിന്നെ അതിന്റെ ഉയർന്ന ക്ലാസ്സിൽ ഫുൾ ബെഞ്ചിൽ ഇരിക്കുക, ഡെസ്കിൽ എഴുതാനും. അങ്ങനെ ഓരോരോ ഹൈറ്റ് അനുസരിച്ചിട്ട് അവരുടെ ഓരോ ക്ലാസ്സിൽ കയറുന്നതിനനുസരിച്ചിട്ട് അവരുടെ ബെഞ്ചിന്റെയും ഡെസ്കിന്റെയും ഒക്കെ ഹൈറ്റും വ്യത്യസ്തമാണ്. പിന്നെ യു ഷേപ്പിൽ സാധാരണ നോർമലി നമ്മളൊക്കെ പഠിച്ച ക്ലാസ്സിൽ എങ്ങനെയാ 2 സൈഡിലൊക്കെ ബോയ്സും ഗേൾസും ഒക്കെ ഇരുന്നിട്ട് അങ്ങനല്ലേ പഠിച്ചത്.
എന്നാൽ ഇപ്പോഴൊക്കെ യു ഷേപ്പില്, ജി ഷേപ്പില് അങ്ങനെയൊക്കെയാണ് കുട്ടികളെ ക്ലാസ്സിൽ ഇരുത്തുന്നത്. പിന്നെ സിറ്റിംഗ് അറേഞ്ച്മെന്റ്, അടുത്ത ടോപ്പിക്ക്. പേരൻസ് എപ്പോഴും നമ്മുടെ കുട്ടികളെ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുത്തണം, എന്നാലേ കുറച്ചുകൂടെ അറ്റൻഷൻ കിട്ടത്തുള്ളൂ, കുട്ടി നല്ലപോലെ പഠിക്കത്തുള്ളൂ എന്നൊക്കെയല്ലേ പറയുന്നത്. പക്ഷെ നമുക്കായാലും ഏറ്റവും ഫ്രണ്ടിൽ ഇരിക്കുന്നത് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. എനിക്ക് നല്ല പേടിയായിരുന്നു. എനിക്ക് ഒന്നെങ്കിൽ ഏറ്റവും പുറകെ ഇരിക്കുക, അല്ലെങ്കിൽ നടുക്ക് സെക്കൻഡ് ബെഞ്ചിൽ രണ്ടാമതിരിക്കുക, ഇതൊക്കെയായിരുന്നു എനിക്കിഷ്ടമുള്ളത്. ഫ്രണ്ടിൽ ഇരുന്നാൽ എപ്പോഴും ടീച്ചർമാർ പൊക്കും എന്നുള്ള ഒരു ടെൻഷനും ഉണ്ട്. നമുക്ക് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കാനും പറ്റത്തില്ല. ഓൾമോസ്റ്റ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. അപ്പം നമ്മുടെ പേരൻസ് ഒന്ന് പറയും, എന്റെ കുട്ടി ദിവ്യ ഫ്രണ്ട് ഇരുത്തണം, അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേക്ക് ഈ അമ്മ എന്താ ഇങ്ങനെ പറയുന്നേ എന്നും പറഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഇന്നത്തെ കാര്യം പോയി, ടീച്ചർ എന്നെ പിടിച്ച് ഫ്രണ്ട് ഇരുത്തും എന്നും പറഞ്ഞുകൊണ്ട് നമുക്കും ടെൻഷൻ ആവും. ഇന്ന് ഇരുത്തുവോ, മാത്സിന് ടീച്ചർ വരുമ്പോ എങ്ങനായിരിക്കും, കണക്കെങ്ങാനും തെറ്റിച്ചു പോയാൽ എന്തായിരിക്കും എന്നുള്ള ടെൻഷൻ ആയിരിക്കും നമുക്ക് അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോ സീറ്റ് അറേഞ്ച്മെന്റിന്റെ കാര്യത്തിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാനുണ്ട്. ചില കുട്ടികൾക്ക് ചെവിക്ക് ചെറിയ കേൾവിക്കുറവും കണ്ണിന് കാഴ്ചക്കുറവും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ള കുട്ടികളെ ഫ്രണ്ടിൽ ഒരു സൈഡിലായിട്ട് മാറ്റിയിരുത്തണം. നമ്മളെ അവർ മാറ്റിയിരുത്തുക എന്നുള്ളതല്ല, അവർക്ക് കുറച്ചുകൂടെ അറ്റൻഷൻ കിട്ടുക, അവർക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഫ്രണ്ട് ബെഞ്ചിൽ ഒരു സൈഡിലാകുമ്പോൾ ചില കുട്ടികൾക്ക് ഹൈറ്റ് കാണും. അങ്ങനെയുള്ള കുട്ടികളെ ഒരു സൈഡിലായിട്ട് മാറ്റിയിരുത്തുകയാണെങ്കിൽ പുറകിലുള്ള കുട്ടികൾക്കായാലും കാണാൻ പറ്റുമല്ലോ. പിന്നെ ആഴ്ചയിൽ ഒരിക്കൽ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പൊ നടുക്കൊക്കെ ആകുമ്പോൾ ഹൈറ്റ് കൂടിയ കുട്ടികളാണെങ്കിൽ മറ്റുള്ള പുറകിലുള്ള കുട്ടികൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാ അല്ലെ, ബോർഡ് കാണാൻ പറ്റുകയില്ലല്ലോ. പിന്നെ ഉള്ളതാണ് ഹൈറ്റ് ഓർഡർ അനുസരിച്ചിട്ട് സിറ്റിംഗ് അറേഞ്ച്മെന്റ്. ഹൈറ്റ് കൂടിയ കുട്ടികളെ പുറകിൽ ഇരുത്തിയിട്ട് ഹൈറ്റ് കുറഞ്ഞ കുട്ടികളെ ഫ്രണ്ടിൽ ഇരുത്തുക. പിന്നെ ആൽഫബറ്റിക് ഓർഡർ, കുട്ടികളുടെ പേരിന്റെ ആദ്യ അക്ഷരം വെച്ചിട്ട്, ഇപ്പൊ എ ചേർത്തുള്ളത്, ബി ചേർത്തുള്ളത്, ഇപ്പം എ ചേർത്ത അലീന ഫ്രണ്ടില്, അത് കഴിഞ്ഞിട്ട് ബിൻസി രണ്ടാമത്, അങ്ങനെ പറഞ്ഞിട്ട് ആൽഫബറ്റിക് ഓർഡറിന്റെ അനുസരിച്ച് ഇരുത്തുക. പിന്നെ അറ്റൻഡൻസ് ഓർഡർ, നമ്മുടെ ക്ലാസ്സിൽ ഒരു റോൾ നമ്പർ കാണുമല്ലോ, ആ റോൾ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ മാറ്റിയിരുത്തുക. പിന്നെ ഏറ്റവും അത്ര സക്സസ്ഫുൾ അല്ലാത്ത ഒരു രീതിയാണ് റാങ്കിങ് മെത്തേഡ്. പിന്നെ അടുത്തത് യൂണിഫോം. നമ്മുടെ ക്ലാസ്സിൽ നമ്മുടെ നാട്ടില് സാധാരണ പെൺകുട്ടികൾക്ക് ഒരു പിനോഫോമും സ്ലാക്കുമാണ് കൊടുക്കുന്നത്. ബോയ്സിന് ഹാഫ് പാന്റും സ്ലാക്കും. അത് നമുക്കെല്ലാവർക്കും കണ്ടാൽ അറിയാമല്ലോ എന്താണെന്ന്. ഫോട്ടോ എല്ലാം കാണിക്കണോ? ഇതൊരു മോണ്ടിസോറി ക്ലാസ് റൂമിന്റേതാണ്. പല ദിവ്യ യെസ്, കാണാം, ഞാൻ അയച്ച ഫോട്ടോ കാണാവോ? കാണാം. കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. ഇതാണ് പറഞ്ഞത് യു ഷേപ്പിലുള്ള ക്ലാസ് റൂം. ഇത് റോ അനുസരിച്ചിട്ടുള്ളത്, ഇത് ഗ്രൂപ്പ് ആയിട്ടുള്ള ക്ലസ്റ്റർ ആയിട്ട്, ഇത് റൗണ്ട് ഷേപ്പിലുള്ള ക്ലാസ് റൂം. ഓക്കെ അല്ലേ? പിന്നീട് യൂണിഫോമിനൊപ്പം തന്നെ ചില സ്കൂളില് കർച്ചീഫ്, റിബണ് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ടൈ, ഷൂ, ഇത് ഇന്ത്യയിലൊന്നും ആവശ്യമുള്ള കാര്യമേ അല്ല ഈ ടൈയും ഷൂ ഒക്കെ. എന്നാലും നമ്മുടെ നാട്ടിലുള്ള സ്കൂളിലെല്ലാം, മിക്ക സ്കൂളിലും ഉണ്ട് ഈ ടൈ, ഷൂ ഒക്കെ. നമ്മൾ എപ്പോഴും കുട്ടികളുടെ യൂണിഫോം തിരഞ്ഞെടുക്കുമ്പോൾ അവരുടെ ആരോഗ്യസ്ഥിതി നോക്കിയിട്ട് വേണം. കാരണം നമ്മുടെ വീട്ടിൽ കംഫർട്ടായിട്ട് ഇട്ട് നടക്കുന്ന ഒരു ഡ്രസ്സിനേക്കാളും കൂടുതൽ അവർ ഉപയോഗിക്കുന്നത് സ്കൂളിലാണ് അല്ലെ. 5 മണിക്കൂറോളം സ്കൂളിൽ സ്പെൻഡ് ചെയ്യുന്നുണ്ട് അവര്. അപ്പൊ അതിന്റെ അകത്തിരുന്ന് ഈ ചൂട് സമയത്തൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുന്നില്ലേ. അപ്പൊ അങ്ങനെയുള്ളപ്പം അവരുടെ യൂണിഫോം എപ്പോഴും അവർക്ക് കംഫർട്ട് ആയിട്ടുള്ളതായിരിക്കണം. പിന്നെ ക്ലാസ്സിൽ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പാർവതി ഇടയ്ക്ക് സ്റ്റക്ക് ആയി പോയിട്ടുണ്ടായിരുന്നല്ലോ. ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു കുട്ടി യൂണിഫോം ധരിച്ചു വന്നില്ല എങ്കിൽ അത് ടീച്ചർ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. പിന്നെ കർച്ചീഫ്, റിബണ്, യൂണിഫോമിനൊപ്പം കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടാവണം. ചില കുട്ടികളൊന്നും ID കാർഡ് ഇട്ടുകൊണ്ട് പോവില്ല. പിന്നെ ചിലരൊക്കെ ഷൂവിന്റെ ഇപ്പൊ സ്കൂളിൽ നിന്ന് കൊടുത്തു വിടുന്ന ഷൂ ആയിരിക്കത്തില്ല, അല്ലെങ്കിൽ സോക്സ് അതായിരിക്കത്തില്ല. സോക്സ് ഇപ്പം ബ്ലാക്കിൽ ഒരു നീല വരയുള്ളതായിരിക്കും സ്കൂളിൽ നിന്ന് കൊടുക്കുന്നത്, പക്ഷെ അവരിട്ടോണ്ട് പോകുന്നത് ബ്ലാക്ക് തന്നെയായിരിക്കും. അങ്ങനത്തേതൊക്കെ ആകുമ്പോഴത്തേക്ക് സ്കൂളുകാർക്കും ബുദ്ധിമുട്ടാണ്, ടീച്ചർ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങും. പിന്നെ കുട്ടികളുടെ ടിഫിൻ ബോക്സ്, ചപ്പൽസ്, ബാഗ്, പെൻസിൽ ബോക്സ്, ബുക്ക്, സ്ലേറ്റ് ഇവയൊക്കെ
ശ്രദ്ധിക്കണം. അതൊക്കെ നമ്മളുടെ ഉത്തരവാദിത്തമാണ്. നമ്മളൊരു ടീച്ചറായിട്ട് ഒരു ക്ലാസ്സിലോട്ട് കയറി ചെല്ലുമ്പോൾ അവരുടെ സാധനങ്ങൾ കാണാതെ പോയാൽ പേരൻസ് നമ്മളോടായിരിക്കും പരാതി പറയുന്നത്. പിന്നെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം. പിന്നെ ബാഡ്ജ്, ടൈ, ബെൽറ്റ്, പിന്നെ ID കാർഡ് അത് മസ്റ്റാണ്. ID കാർഡ് ചില കുട്ടികളൊന്നും ഇടാതെ പോകുന്നുണ്ട്. എൻ്റെ മോൾ എപ്പോഴും ഇത് തന്നെ. ID കാർഡ് ബസ് കയറാനായിട്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ അയ്യോ അമ്മ ID കാർഡ് ഇട്ടില്ല എന്നും പറഞ്ഞുകൊണ്ട് പിന്നെയും തിരിച്ചു ഓടും. തീരെ സംഭവമാണ്. പിന്നെ ഷൂ ഒക്കെ ചിലതൊക്കെ ആണെങ്കിൽ പോയതും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഷൂ ഒക്കെ പോയതാണെങ്കിൽ പുതിയത് മേടിക്കണം. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ ഉള്ളത് ലേറ്റ് കമ്മേഴ്സ് ആണ്. ഇപ്പം ലേറ്റ് കമ്മേഴ്സ് തന്നെ 2 വിധമുണ്ട്. റെഗുലറായിട്ട് ലേറ്റ് ആവുന്നവര്, പിന്നെ എല്ലാ ദിവസവും സെയിം തന്നെ റീസണാണ്. എല്ലാ ദിവസവും ഒരു 10 മണിയാകുമ്പോൾ സ്കൂളിൽ വരുന്ന കുറച്ച് കുട്ടികളുണ്ടാവും. പിന്നെ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് ഉണ്ടായി, അങ്ങനെ എന്തെങ്കിലും ഒരു എമർജൻസി ഉണ്ടായി ഒരു 10 മണി 11 മണിക്കൊക്കെ വന്നാൽ ഓക്കെ, നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ സ്ഥിരമായിട്ട് വരുന്നതാണെങ്കിൽ അത് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ടത് തന്നെയാണ്. പിന്നെ പുസ്തകം കീറുന്നത് അത് ഏറ്റവും ബാഡായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മൾ കുട്ടികളിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികളായാലും പുസ്തകം കീറുന്നതിന് നമ്മൾ നല്ലതായിട്ട് വഴക്കൊക്കെ പറയണം കേട്ടോ. എൻ്റെ മോളെപ്പോഴും അങ്ങനെ തന്നെയാണ്. പിന്നെ സ്ലേറ്റ്, പെൻസില്, പെന്ന് ഇതൊക്കെ കാണാതായിട്ട് കുട്ടികൾ വന്ന് വീട്ടിൽ വന്ന് അമ്മയോടും അച്ഛനോടും ഒക്കെ എനിക്ക് പുതിയ പെൻസിൽ വേണം, എൻ്റെ പെൻസിൽ ഒടിഞ്ഞു പോയി, കണ്ടില്ല, റബ്ബർ കാണാതെ പോയി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നാളെ അത് പോയി എടുത്തോണ്ട് വന്നിട്ട് അത് ഉപയോഗിച്ചാൽ മതി എന്ന് പറയും. ചില പേരൻസ് ആണെങ്കിൽ പെൻസിൽ കാണാതെ പോയി, അല്ലെ റബ്ബർ ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് പുതിയ റബ്ബർ മേടിച്ചു കൊടുക്കും. അങ്ങനെ ആവുമ്പോൾ അവർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ലാതെ വരും. അവനവന്റെ സാധനങ്ങൾ സൂക്ഷിക്കേണ്ടത് അവരവരുടെ ഉത്തരവാദിത്വമല്ലേ. പിന്നെ ആബ്സെന്റ് ആയിട്ട് വന്നാൽ ലീവ് ലെറ്റർ എഴുതണം. പിന്നുള്ളത് ജാപ്പനീസ് ടൈപ്പ് ഓഫ് സ്പെഷ്യൽ ക്ലാസ് ആണ്. അതിന്റെ ലക്ഷ്യം എന്താന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ടാലന്റ് പുറത്തു കൊണ്ടുവരും. ചില കുട്ടികൾ നല്ലപോലെ പാടുന്നതായിരിക്കും, ചിലർ നല്ലപോലെ ഡാൻസ്. ഈ കൊച്ചു കുട്ടികളൊക്കെ സ്റ്റേജിൽ കയറി നല്ലപോലെ ഡാൻസ് കളിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ? 3 വയസ്സ് 4 വയസ്സൊക്കെ കാണത്തുള്ളൂ, പക്ഷെ നല്ലതുപോലെ അവര് ഡാൻസ് ഒക്കെ കളിക്കും. ചിലർ നല്ലതുപോലെ പാടും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളുടേതായിട്ടുള്ള കഴിവുകൾ പുറത്തു കൊണ്ടുവരാനായിട്ട് ഒരു ഹീറോ ഹീറോയിൻ മോഡൽ ജാപ്പനീസ് ടൈപ്പ് നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ട്. ഇത്രയും മനസ്സിലായോ? ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ഓക്കെ അല്ലേ എല്ലാരും? ഓ, ആദ്യത്തെ ക്വസ്റ്റ്യൻ, മോണ്ടിസോറി രീതി അനുസരിച്ച് കുട്ടികളെ ഇരിപ്പിടങ്ങളിൽ എങ്ങനെ ഇരുത്തണമെന്നാണ് പറയുന്നത്? തറയില് താഴെ വെച്ചിട്ട്. ഫ്രീ ആയിട്ട് ഓക്കെ ഫ്രീ ആയിട്ട് ഇരിക്കണം. പിന്നെ പിരിച്ചു കൊടുക്കണം. ഓക്കെ. ക്ലാസ്സുകളിൽ ഉപയോഗിക്കുന്ന ബെഞ്ചുകളുടെ രീതി ആരെങ്കിലും ഒന്ന് പറയാവോ? ക്വാർട്ടർ ബെഞ്ച്, മീൻസ് അത് ക്വാർട്ടർ ബെഞ്ച്, പാരലൽ ആയിട്ടുള്ള ബെഞ്ച് ആയിരിക്കണം. സുബി പറഞ്ഞോ? പാരലൽ ആയിട്ടുള്ള ബെഞ്ച് ആയിരിക്കണം. പിന്നെ കുഞ്ഞു കുട്ടികൾക്ക് ഹൈറ്റ് കുറവുള്ള ബെഞ്ചും ഹൈറ്റ് കൂടുതലുള്ള പിള്ളേർക്ക് ഹൈറ്റ് ഉള്ള ബെഞ്ചും എന്ന് വേണം ഇരുത്താന്. പിന്നെ വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ക്ലാസ് റൂമില് കുട്ടികളുടെ സിറ്റിംഗ് അറേഞ്ച്മെന്റ് ഏതൊക്കെ രീതിയിലാണ്? മഞ്ജു പറഞ്ഞേ, മഞ്ജു രാഗേഷ്. മഞ്ജു, വേറെ ആരെങ്കിലും പറഞ്ഞേ? ഹൈറ്റ് ഓർഡർ, അറ്റൻഡൻസ് ഓർഡർ, റാങ്കിംഗ് മെത്തേഡ്. ഓക്കെ. വാം കൺട്രീസില് യൂണിഫോമിന്റെ കൂടെ എന്ത് ഒഴിവാക്കണമെന്നാണ് പറയുന്നത്? റീന. ടൈ ആൻഡ് ഷൂ. ഓക്കെ. ഒരു കുട്ടി യൂണിഫോം പ്രോപ്പറായിട്ട് ധരിച്ചില്ലെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? ടീച്ചേഴ്സ്. ഷൂ ധരിക്കുന്നത് കൊണ്ടുള്ള ഡ്രോബാക്ക് എന്താണ്?
ഷൂസ് അവര് വാം കൺട്രീസ് ആവുമ്പം പറഞ്ഞോ മഞ്ജു. അവര് കെട്ടുന്നതായിട്ട് ബന്ധപ്പെട്ടാണോ? അവര് ഷൂ ഒക്കെ കൃത്യമായിട്ട് കെട്ടത്തില്ലല്ലോ. പിന്നെ അല്ല, കുട്ടികൾ ഷൂസ് ഒക്കെ വാം കൺട്രീസിൽ യൂസ് ചെയ്താൽ കുട്ടികളുടെ ആരോഗ്യത്തെ ദോഷകരമായിട്ട് ബാധിക്കും. ബാധിക്കും. വിയർപ്പ് അടിഞ്ഞിട്ട് കാലില് പൊട്ടലൊക്കെ വരുന്നത്. മുറിവൊക്കെ വരും. ലേറ്റ് കമ്മേഴ്സ് മഴയുള്ള സമയങ്ങളിലൊക്കെ അവര് ഇത് യൂസ് ചെയ്തിട്ട് റെഗുലർ സ്മെൽ അടിക്കുകയൊക്കെ ചെയ്യും. ഇനി ലേറ്റ് കമ്മേഴ്സിനെ എങ്ങനെ തരംതിരിക്കാം? രണ്ടായിട്ട് Regular റെഗുലർ late ലേറ്റ് കമേഴ്സ്, ഒക്കേഷണൽ റെഗുലർ ലേറ്റ് കമേഴ്സും ലേറ്റ് കമേഴ്സ്. അൻസില പറഞ്ഞോ, കേക്കാം. അൻസില പറഞ്ഞോ. ഹലോ, എന്താണ് ഹീറോ ഹീറോയിൻ മേക്കിംഗ് ക്ലാസ്? Japan concept of ജാപ്പനീസ് മെത്തേഡ്. teaching. സ്പെഷ്യൽ ക്ലാസ്. അതിന്റെ ഓരോ ലക്ഷ്യം എന്താണ്? കുട്ടികൾക്കുള്ള ഇൻഡിവിജ്വൽ ടാലന്റുകൾ പഠിപ്പിക്കാനായിട്ട്. എല്ലാ കുട്ടികളുടെ അവരവരുടെ കഴിവ് മുന്നോട്ട് കൊണ്ടുപോകാന്. ഇനി ആരെങ്കിലും ഒരാളെ യൂണിഫോമിന്റെ മെറിറ്റ്സ് ഒന്ന് പറയാമോ? യൂണിഫോം ധരിക്കുമ്പോൾ എല്ലാവർക്കും ഇക്വാലിറ്റി ഫീൽ ചെയ്യും. ഇപ്പം അങ്ങനെയാണെങ്കിൽ മീൻസ് നമുക്ക് ഇക്കണോമിക്കലി പേരൻസിനെ അത് സപ്പോർട്ട് ചെയ്യും. ബിക്കോസ് എല്ലാ ദിവസവും പല ഡ്രസ്സുകൾ മേടിക്കാനായിട്ട് അവർ പൈസ ചെലവാക്കണ്ട. ബിക്കോസ് യൂണിഫോം ഉള്ളത് കൊണ്ട് എല്ലാ ദിവസവും കൃത്യ ദിവസം അത് ആ യൂണിഫോം നമ്മൾ ഇട്ടുകൊണ്ട് പോയാൽ മതി. ഓക്കെ, വേറൊരാൾ പറ. ഡിസിപ്ലിൻ. ഞാൻ പറയട്ടെ, പറഞ്ഞു. മഞ്ജു പറഞ്ഞോ. ഡിമെറിറ്റ്സ് പറയട്ടെ. പറ. ആരോഗ്യ പ്രോബ്ലം, സ്വാതന്ത്ര്യക്കുറവ്, അറ്റകുറ്റപ്പണികള്, കുഞ്ഞുങ്ങൾക്ക് ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ. മറ്റേ ഈ ടൈയും പല പല സാധനങ്ങളും അവരിൽ നിന്ന് നഷ്ടപ്പെടുന്നതായിട്ട് ഉണ്ടാവും. കുട്ടികൾക്ക് സംരക്ഷിക്കാൻ പ്രയാസം, നഷ്ടപ്പെടാനുള്ള സാധ്യത. ഓക്കെ, ഇപ്പൊ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ, താങ്ക് യു. നന്നായിരുന്നു. ചെറിയൊരു ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, കുട്ടി പറഞ്ഞത് നന്നായിരുന്നു. റേഞ്ചിന്റെ പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നു അല്ലേ? എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ തന്നെ ചോദിക്കാട്ടോ. സെമിനാർസ് എടുക്കുമ്പോൾ ഓരോരുത്തര് വ്യത്യസ്ത ടോപ്പിക്കുകളാണ് എടുക്കുന്നത്. മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ തന്നെ ചോദിക്കാം. ഈ കുറച്ച് നാളെ അത് പറഞ്ഞപ്പോ മനസ്സിലായില്ല എന്ന് പറയരുത്. ഓക്കെ ഓക്കെ. ഇതിന്റെ നോട്ട്സ് നമ്മളെ ഗ്രൂപ്പിൽ ഇട്ടുതരാം. നോട്ട്സ് അവരുടെ ഗ്രൂപ്പിൽ ഇടും കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് അങ്ങനെ സ്ലൈഡ് ഇട്ട് നോക്കിയത്. ആ സമയത്ത് മറന്നുപോയി. അപ്പൊ ഇട്ട് നോക്കി എന്താ കണ്ടേന്നൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പൊ എനിക്ക് കാണാൻ പറ്റണില്ല. ഞാൻ സ്ലൈഡ് ഇട്ടപ്പോ എനിക്ക് കാണത്തില്ലേ? കണ്ടു, ഞങ്ങള് കണ്ടിരുന്നു. അല്ല, ഞാൻ ആദ്യമായിട്ട് അങ്ങനെ ട്രൈ ചെയ്തത്, ധൈര്യമായിട്ട് ഒന്ന് ചെയ്ത് നോക്കിയതാണ്. അപ്പൊ എനിക്കൊന്നും കാണാൻ പറ്റണ്ടായിരുന്നില്ല. മഞ്ഞുണ്ടാ ഇല്ലയാന്നൊന്നും അറിയില്ലായിരുന്നു. അതാണ്ട് 2-3 പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കിയതാണ്. ക്ലാസ് ഉള്ളപ്പോഴല്ലേ ചെയ്ത് നോക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇനിയിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൂട്ടുകാർ പറയും. ഞങ്ങളുടെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. ഞങ്ങൾ അതിന്റെ നോട്ട്സ് ഒക്കെ തരാട്ടോ. അപ്പോ അടുത്ത വീക്ക് നെക്സ്റ്റ് ഗ്രൂപ്പ് റെഡി ആയിട്ടിരിക്കണം. ഓക്കെ, ചിലപ്പോ മിസ്സുമാര് ലീവ് ആവുകയാണെങ്കിൽ ചിലപ്പോൾ മിസ് കയറാം. അപ്പോ 2 ഗ്രൂപ്പ് വെച്ചിട്ട് റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ. ഗ്രൂപ്പ് ആരൊക്കെയാന്നൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പോ 3rd ഗ്രൂപ്പ് കഴിഞ്ഞ് ഇനി 4th എങ്ങാണ്ടോണ്. അതൊന്ന് പറയാം, അല്ലെങ്കിൽ ആൾക്കാർക്ക് കൺഫ്യൂസ് ആയിരിക്കില്ലേ ഏത് ഗ്രൂപ്പാ എടുക്കണ്ടേന്ന്. 4th 5th എടുത്തോരുന്നോ? 4th 5th? യെസ് മാം, ഇനി 6th എടുക്കണ്ട. 6th. ഓക്കെ, 6th ഗ്രൂപ്പ് ആണ് എടുക്കേണ്ടത് കേട്ടോ. 6th ആൻഡ് 7th റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, സൈൻ ഔട്ട് പറഞ്ഞോളൂ കേട്ടോ.
മാം പറയട്ടെ. ആരെങ്കിലും പറഞ്ഞോളൂ. അപ്പൊ ഇന്ന് സെമിനാർ എടുത്തത് ദിവ്യ, പാർവതി, മഞ്ജു ആയിരുന്നു. അപ്പൊ അവര് നന്നായി ക്ലിയർ ചെയ്തിട്ട് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ട് പറഞ്ഞു തന്നു. ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ചു. അപ്പൊ എല്ലാവർക്കും സീറ്റ് അറേഞ്ച്മെന്റും സിറ്റിംഗ് അറേഞ്ച്മെന്റും യൂണിഫോംസിനൊക്കെ പറ്റിയിട്ട് ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ സെമിനാർ എടുത്തവർക്കും ക്ലാസ് ശ്രദ്ധിച്ചിരുന്ന എന്റെ കൂട്ടുകാർക്കും റോസ് മിസ്സിനും താങ്ക് യു. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. Thank you.